കഴിഞ്ഞ 10 വർഷം ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് ചെറുപുഴയെന്ന് LDF അംഗങ്ങൾ. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. LDF ഭരിച്ച കഴിഞ്ഞ 10 വർഷം ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് ചെറുപുഴയെന്നും LDFിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലത്ത് 150 കോടി രൂപയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചതെന്നും വി കുഞ്ഞികൃഷ്ണൻ MLA പങ്കെടുത്ത ചെറുപുഴ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ CPMലെ PJ ജോസ് പറഞ്ഞു. ചെറുപുഴ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് അതിനെല്ലാം കഴിഞ്ഞ ബഡ്ജറ്റിൽ പൈസ വെച്ചതാണ്. അതിനപ്പുറം ഒരു സ്റ്റേഡിയത്തിന് വേണ്ടി 3 കോടി രൂപ ഈ ചെറുപുഴ പഞ്ചായത്തിൽ ഗവൺമെന്റ് വകയിരുത്തിയിരുന്നു. പക്ഷേ അനുയോജ്യമായ സ്ഥലം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പഞ്ചായത്ത് കഴിഞ്ഞില്ല. റാസ്ബേരി പ്രദേശത്താണ് അവർ ഉദ്ദേശിച്ചത്. 2-3 സ്ഥലങ്ങൾ കണ്ടെങ്കിൽ പോലും പിന്നെ അത് നമുക്ക് അന്തിമമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല ഒരു സ്റ്റേഡിയത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു 10 വർഷങ്ങൾക്കപ്പുറം റോഡുകാരൻ അറിയാൻ പോകുന്നു. ഒരു MLA ഒരു മണ്ഡലത്തിലെ റോഡിന് വേണ്ടി 3 ദിവസം നിരാകരണ മണ്ഡലം കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ 140 MLAമാർക്കും ഒരു ദിവസം പോലും വികസന പ്രവർത്തനത്തിന്റെ പേരിൽ നിരാകരണം വന്നിട്ടില്ല. ഇതെല്ലാം നല്ല വ്യക്തമായി അറിയാവുന്നതാണ്. ഉന്നീശ്വരൻ സംശയമില്ല. അപ്പം ചെറുപുഴ പഞ്ചായത്തിന് ഇപ്പം ഈ ബഡ്ജറ്റ് അനുവദിച്ച കുറേ പദ്ധതികൾ നമുക്കറിയാം. ലോക്കൽ പദ്ധതികളാണ്. അത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എസ്റ്റിമേറ്റൊക്കെ എടുത്ത് അതിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ ഗവൺമെന്റ് കാലത്ത് ഇങ്ങനെയാണ്. ഇപ്പൊ താമൂർ റോഡിന് കഴിഞ്ഞ 2-3 കൊല്ലത്തിന് അപ്പുറം ലോക്കൽ ബസ്സാണ്. പക്ഷെ അത് നമുക്ക് പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തില് വികസന രംഗത്ത് നമുക്ക് പശ്ചാത്തല മേഖലയിൽ വലിയ മുന്നേറ്റം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് സാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയില്ല. തീർച്ചയായിട്ടും ബാക്കി പ്രദേശത്ത് ഇനിയും വികസനമുണ്ട്. അത് ഗവൺമെന്റ് ബഹുമാനായ MLA ഇടപെടും ശ്രദ്ധിക്കുന്ന കാര്യം സന്തോഷമുണ്ട്. അതുകൊണ്ട് കിട്ടിയാലും മതിയാവില്ല. ഓരോ ദിവസം കഴിയുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ആവശ്യം വരികയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ബഡ്ജറ്റിലും ഈ പഞ്ചായത്തില് ഈ മണ്ഡലത്തില് റോഡുകളുടെ എണ്ണത്തിൽ കുറവാണ്. റോഡുകളുടെ എണ്ണം കുറവെന്ന് പറയുന്ന കാര്യം ഈ ചെറുപുഴ പഞ്ചായത്തിന് ഒരു വിധത്തിലും അവഗണിച്ചിട്ടില്ല എന്നും പയ്യൂർ മണ്ഡലത്തിന്റെ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയ പഞ്ചായത്തായും ചെറുപുഴ എന്ന കാര്യത്തിൽ അധ്വാനത്തോട് പറയാൻ വേണ്ടി കഴിയും. അത് തുടർന്ന് ഇനി അങ്ങോട്ട് പഞ്ചായത്ത് എന്ന നിലയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും LDF എന്ന നിലയിൽ തീർച്ചയായിട്ടും ചെറുപുഴ പഞ്ചായത്ത് ഗ്രൗണ്ടിനായി 50 ലക്ഷം രൂപയും പുളിങ്ങോം ടൗണിലെ വികസന പ്രവർത്തനത്തിനായി 50 ലക്ഷം രൂപയും ഉൾപ്പെടെ TI മധുസൂദനൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ളതാണെന്നും PJ ജോസ് പറഞ്ഞു. LDF സർക്കാരിൻ്റെ കാലത്ത് വികസന കാര്യത്തിൽ ചില പ്രദേശങ്ങൾ പിന്നോക്കം പോയി എന്ന വി കുഞ്ഞികൃഷ്ണൻ MLAയുടെ പരാമർശത്തെ തുടർന്നാണ് പഞ്ചായത്ത് അംഗം മറുപടി എന്നോണം ഇക്കാര്യം പറഞ്ഞത്. MLAയുമായി വികസന കാര്യങ്ങളിൽ സഹകരിക്കുമെന്നും MLAയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നതായും ബോർഡ് യോഗത്തിൽ PJ ജോസ് പറഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിലെ 4 സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണെന്നും ഇക്കാര്യത്തിൽ MLAയുടെ ശ്രദ്ധ വേണമെന്നും KC ലക്ഷ്മണൻ ആവശ്യപ്പെട്ടു. 4 സർക്കാർ സ്കൂളുകളാണ്. അതിൽ 4 സർക്കാർ സ്കൂളുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് പോവുകയാണ്. വളരെ ഭീകരമായ ഭയാനക മാസങ്ങളാണ് നമ്മുടെ സർക്കാർ സ്കൂളുകൾ. കുട്ടികൾക്കും എല്ലാം കുറഞ്ഞു വരുന്നു. അപ്പോൾ അതിന്റെ കാരണങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അത് പിന്നീട് നമ്മുടെ PH ഉൾപ്പെടെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഉന്നയിച്ചവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഈ സർക്കാർ സ്കൂളിൽ നിന്ന് വരുന്ന ഭീഷണി അത് പരിഹാരം കണ്ടെത്തുന്നത് MLA നൽകി കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. മറ്റു കാര്യങ്ങൾ പിന്നീട് മറ്റു പ്രാദേശിക സന്ദർശനം ജോസ്ഗിരിയിൽ നിന്നും പുറപ്പെടുന്ന KSRTC ബസിൻ്റെ സമയക്രമം മാറ്റി കുട്ടികൾക്ക് ഉപകാരപ്പെടും വിധം സമയക്രമം പുനഃക്രമീകരിക്കണമെന്ന് UDF അംഗം ഷൈമ ജനു ആവശ്യപ്പെട്ടു. അതൊരു 10 മിനിറ്റ് കൂടെ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് 8:35 ജോസ്ഗ്രീന് വരുന്ന സാഹചര്യത്തിലാണെങ്കിൽ കുട്ടികൾക്ക് ആ സമയം 9 മണിയാകുമ്പോൾ ക്ലാസ്സിലെത്താം. അപ്പം അത് പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. പുളിങ്ങോം മാറാട്ടുകടവിലെ കുടുംബങ്ങൾക്ക് സ്ഥിരമായ താമസ സൗകര്യമൊരുക്കാൻ സഹായമുണ്ടാകണമെന്ന് ജമീല കോളയത്തും ബജറ്റ് നിർദ്ദേശങ്ങളിൽ MLAയുടെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് കോൺഗ്രസ് അംഗങ്ങളായ TP ചന്ദ്രനും റോഷി ജോസും അഭിപ്രായപ്പെട്ടു. ഏകദേശം 75 വർഷക്കാലമായി കർണാടക സർക്കാരിൽ ഭൂമി വിട്ട് കിട്ടാതെ നിൽക്കുന്ന 16 കുടുംബങ്ങളുടെ പരാതി കഴിഞ്ഞ ദിവസം MLA അറിയിച്ചിട്ടുണ്ട്.
അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ MLA ക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ആ കാര്യത്തിൽ തീർച്ചയായും MLA ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ MLA എന്നുള്ള നിലയിൽ ഉണ്ണീഷൻ വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. എന്നെപ്പോലെ നിങ്ങൾക്കും ആ കാര്യം അറിവുള്ളതാണ്. പല പദ്ധതികൾക്കും ടോക്കൺ എമൗണ്ട് ആണെങ്കിൽ പോലും അതിൻ്റെ പൂർത്തീകരണത്തിന് MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹകരണങ്ങളും ഈ അവസരത്തിൽ ഇതിനു മുമ്പും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സഹകരണ രംഗത്ത് ദീർഘകാലമായി അദ്ദേഹത്തിന്റെ സേവനം നൽകിയ വ്യക്തി കൂടിയായതുകൊണ്ട് എനിക്കറിയാം സഹകരണ മേഖലയിലുള്ളവരൊക്കെ ഔദ്യോഗികമായ സംശയങ്ങൾ നിവൃത്തിക്ക് അദ്ദേഹത്തെ സമീപിക്കാറുണ്ട്. രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല. അതിന് മുമ്പും പല ആളുകളും രാഷ്ട്രീയം നോക്കാതെ തന്നെ നിരീക്ഷണത്തിൽ പോയ അനുഭവം എൻ്റെ മുമ്പിലുണ്ട്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.